മനുഷ്യൻ്റെ പഠനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം തന്നെയാണ് മനഃശാസ്ത്രം. അത് പലപ്പോഴും ശരിയായിട്ടുണ്ട്. പക്ഷേ മനുഷ്യ ശ്രേണിക്കപ്പുറത്ത് ഒരു അമാനുഷിക ശക്തി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇരുന്നാ കിടന്നു പോവും, കിടന്നാ മരിച്ചു പോവും. അത്രയേ ഉള്ളൂ മനുഷ്യൻ. പിന്നെ എന്ത് സംഭവിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. ഓരോ മതസ്ഥരും അവരവരുടെ ദൈവങ്ങളെ കൂട്ടുപിടിച്ച് ഓരോരോ കഥകളുണ്ടാക്കുന്നു. ഇതൊന്നും തെളിയിക്കപ്പെട്ടതല്ല. അതവിടെ നിൽക്കട്ടെ. വർഗീസ് എന്തെടുക്കുന്നു? സുഖമായിരിക്കുന്നോ? അപ്പച്ചൻ വീട്ടിലുണ്ടോ? വർഗീസിന് പണ്ടേ ഒന്നിലും വിശ്വാസമില്ലാത്ത ആളാ. അതുകൊണ്ടാവും പള്ളിയിലേക്കും വരാറില്ല. നിന്റെ സഹോദരൻ കൊല ചെയ്യപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആരാണെന്ന് ആർക്കും അറിയില്ല. അവൻ്റെ കഴുത്തിൽ ആരോ കടിച്ചു വലിച്ച പാടുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഉമിനീരിൻ്റെ അംശം പോലും കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. തെളിയാത്ത കേസുകളുടെ പട്ടികയിലേക്ക് അതും. നിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്നാ ഞങ്ങൾ ചെല്ലട്ടെ. ഗോഡ് ബ്ലെസ് യു. അതെ, ഈ അച്ഛൻ കുറെ നാൾ ഞങ്ങളുടെ പള്ളിയിൽ ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും മാറ്റം കിട്ടി ഇങ്ങോട്ട് വന്നതാ. ലിയ, നീ ഇങ്ങ് വന്നേ. ഞാൻ ഇപ്പൊ വരാവേ. എന്താ അച്ഛോ? നിന്റെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാ നിന്നെ ഞാനിങ്ങോട്ട് വിളിച്ചത്. നിന്റെ ഭാര്യ വിളിച്ച് എന്നോട് വേഗം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ പ്രശ്നമുണ്ടെന്ന്. അവളുടെ അപ്പച്ചനാണെങ്കിൽ വാ പൊളിച്ച ചൊറിഞ്ഞ വർത്താനല്ലാണ്ട് പറയില്ല. ആ പവിത്രങ്കാട് വഴി പോകുന്ന അന്ന് പോലും തുടങ്ങിയ അഷ്ടകാലമാണ്. പള്ളിയിലച്ഛനാണെങ്കിൽ എന്തോ പറയാൻ ബാക്കി വെച്ചതുപോലൊരു തോന്നൽ. ഇതാ പിടിച്ചേ, പിടി. ആ ഹൊറച്ചൻ്റെ അടുത്ത് പോണ്ട വല്ല കാര്യമുണ്ടോ? അയാൾ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുക. എന്റെ സാറേ, ആ അച്ഛൻ പറയണമെന്ന് വിശ്വസിക്കല്ലേ. അയ്യാക്ക് വേറെ പണിയില്ലാണ്ട് കിടക്കാണ്. ഈ നാട്ടുകാർ പറഞ്ഞ ഈ ഹൊറച്ചനുണ്ടല്ലോ, അയാൾ ഭയങ്കര ഫേമസാണ്. ഞാൻ അയാളുടെ ബുക്സുകളൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള, എല്ലാം ഹൊറർ കഥകളാണ്. പക്ഷെ അതിൻ്റെ പുറകിലൊരു പഠനം നടന്നിട്ടില്ലായിട്ട് തോന്നുന്നു. അച്ഛൻ അമേരിക്കയിൽ പോയി പഠിച്ചിട്ടുള്ള ആളാണെന്നാണ് ഞാൻ കേട്ടത്. അതെ, അവിടെ പ്രേതം പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്. അവിടെ പോയി പഠിച്ചതായിരിക്കും. ഡോ ബാസി, താൻ എഴുന്നേറ്റ് പോയിക്കോട്ടാ, അതാ തനിക്ക് നല്ലത്. ഇത് ഏതാ ഇവൻ? ഇവിടെ പറമ്പിൽ ടാപ്പിങ്ങിന് വരുന്നതാ, അപ്പച്ചൻ്റെ ആളാ. എന്താടോ നോക്കണം? ഓടോ എഴുന്നേറ്റ്. സോണിച്ച, ആ ജോണിച്ചേട്ടനും കൂട്ടി പെട്ടെന്നൊന്നിങ്ങ് വന്നേ. എന്താടി? അതെ, ഇവിടെ അടുക്കളയുടെ പുറകുവശത്ത് ഇരുട്ടത്തൊരു കൊച്ചു നിൽക്കുന്നുണ്ട്. ആരാണെന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. ഏത് കൊച്ച്? അതെനിക്കറിയില്ല. ഞാൻ അടുത്തേക്ക് വന്നപ്പോ അതങ്ങ് പോയി. പിന്നെ നോക്കിയിട്ട് കാണുന്നുമില്ല. സോണിച്ച, എനിക്ക് നല്ല പേടിയാവുന്നുണ്ടേ. അപ്പച്ചനാണെങ്കിൽ നല്ല ഉറക്കത്തിലുവാ. നിങ്ങളൊന്ന് പെട്ടെന്നൊന്നിങ്ങ് വന്നേ. ചേട്ടൻ അതൊന്നും മിണ്ടാതെ പുറകെ വന്ന് നിൽക്കുന്നേ. കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം. ഒരു വെള്ളം മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എന്താ നോക്കണേ? ഒന്നുമില്ല. ദേ ഇങ്ങോട്ട് വന്ന് കിടന്നേ. ദേ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഏതോ ഒരു കൊച്ച് അതെങ്ങോട്ടോ പോയി, അത്രേ ഉള്ളൂ.
എന്നാലൊരു കൊച്ച്, ആ കൊച്ച് എന്തിനടി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്? അതിന് ഒറ്റയ്ക്കാന്നാരാ പറഞ്ഞേ? പിന്നെ വേറെ ആരാ കൂടെ ഉണ്ടായിരുന്നത്? അത് വല്ലവരും മോഷ്ടിക്കാൻ കയറിയതായിരിക്കും. എടി വേറെ ആരാ കൂടെ ഉണ്ടായിരുന്ന? ആദ്യം അത് പറ. കൂടെ ആരും ഉണ്ടായിരുന്നില്ല. കൂടെ ഒന്നൊരു വല്ലയിടത്ത് ഒളിച്ചു നിന്നിട്ടുണ്ടാവും. എന്നെ കണ്ടപ്പോൾ മാറിയതായിരിക്കും. അപ്പോഴാ ഫാസി ചേട്ടനും ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് മാറിയതായിരിക്കും. ഷോ, എന്തൊരു കൊതുക ഇത്! കൊതുകേരി കത്തിക്കാൻ കിടന്നു, ഉറങ്ങാൻ പറ്റത്തില്ല. ഇത്ര നേരമായിട്ട് വാതിൽ നടച്ചിട്ടില്ല. ഉത്തരവാദിത്തം സാധനം. ലിയ, എടി ലിയ, എന്താ അപ്പച്ചാ? നീങ്ങ വന്നേ. എന്താ അപ്പച്ചാ? നോക്കിക്കേ, ഇവനെന്തോ കാണിക്കുന്ന? ഇവനെന്തോ കഞ്ചാവ് മയക്കുമരുന്ന് എന്തോ. പീറ്ററച്ചൻ പറഞ്ഞത് ശരിയാ. എൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാ നിന്നെ ഞാനും കൂടി വിളിച്ചത്. അയാളുടെ കണ്ണുകളിലൂടെ തീക്ഷ്ണമായി എന്തോ ഒന്ന് മിന്നി മറഞ്ഞു പോയിട്ടുണ്ട്. ആ ശരീരത്തിലെ എന്തോ ഒരു ശക്തി പ്രവേശിച്ചിറങ്ങിപ്പോയിട്ടുണ്ട്. അല്ലാതെ ആ കണ്ണുകളിൽ അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. അച്ഛൻ എന്തേ പറയുന്നേ? ആ ഹലോ അച്ചോ, വർഗീസിന്റെ മോള് ലീയാണച്ചോ. ആ പറയൂ പറയൂ. അച്ഛൻ പറഞ്ഞത് ശരിയാ. സോണിച്ചന്റെ ശരീരത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. വേറെ ആരെയോ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. മോളെ, നീ പേടിക്കാതിരിക്കേ. കർത്താവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഒരു കാരണവശാലും വ്യക്തിത്വം നശിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലേക്ക് ആരും ചെല്ലരുത്. എന്താണ് അവിടെ സംഭവിക്കാൻ പോണേന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റൂല. സോണിച്ചൻ ബോധം കിട്ടി വീണച്ചോ. പിന്നെ ഞങ്ങൾ പിടിച്ച് കട്ടിലേക്ക് കിടത്തായിരുന്നു. ചില ആത്മാക്കൾ മറ്റു ശരീരത്തിലേക്ക് വഴിതെറ്റി വന്നേക്കാം. ചിലതിന് ലക്ഷ്യങ്ങളുണ്ടാവും. അങ്ങനൊരു ലക്ഷ്യം ആ ആത്മാവിനുണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുവരെ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. ഈ രാത്രി ഒന്ന് വെളുത്തോട്ടെ. നിനക്ക് ഭ്രാന്താ? ആ പീറ്ററച്ചൻ പറഞ്ഞിട്ട് ചുമ്മാ തുള്ളല്ലേ. അയാളെ കൂടുമ്പോൾ ഒരു വഴിയാക്കും. ഇത് വല്ല കഞ്ചാവോ മയക്കുമരുന്നോ എന്തോ ആ. സോണി അങ്ങനെയുള്ള ആളൊന്നുമല്ല. അവൻ അതൊന്നും ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴൊരു ഡ്രിങ്ക്സ് എൻ്റെ കൂടെ കഴിച്ചെങ്കിലായി. എപ്പോൾ നോക്കിയാലും അപ്പച്ചൻ്റെ സോണിച്ചൻ്റെ കുറ്റം മാത്രമേ പറയാനുള്ളൂ. അപ്പച്ചൻ പറയണ പോലെ കൊണ്ട് മയക്കുമരുന്ന് അടിച്ച് നടക്കുന്ന ആളല്ല എൻ്റെ സോണിച്ചൻ. എനിക്കറിയാം എൻ്റെ സോണിച്ചനെ. സമ്മതിച്ചു. ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തു. ഇവിടെ താൻ പറയൂ, എന്തോടെ ഇവരിവിടെ കിടന്ന് കാണിക്കുന്നത്? അപ്പച്ച പീറ്ററച്ചൻ. പീറ്ററച്ചൻ്റെ കഥ നീ ഇവിടെ പറയല്ലേ? അത് പോയി വല്ല നേഴ്സറി പിള്ളേരോടും പറ. സൈക്യാട്രിസ്റ്റ് മൂന്നോ പറഞ്ഞാൽ ഇവന് മാനസികമായിട്ടെന്തോ തകരാറുണ്ടെന്നോ. ഇവനെ വല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിപ്പിക്കണം. നേരെ ഒന്ന് വെളുത്തോട്ടെ. എനിക്കറിയാം എന്നാ ചെയ്യേണ്ടതെന്നോ. എന്തേ താൻ കിടക്കുന്നില്ലേ? ആ, ഞാൻ പോവാ. പോയി കിടക്കണേ.
അവിടെ എന്തൊക്കെയോ ഉണ്ട്. എന്റെ മോളെ വാ, നമുക്ക് നോക്കാം. വാ. എന്റെ മോളെന്തിയെ? എന്റെ മോളെ